ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസ്ഡ് ആണ്. ഏതാണ് നമ്മൾ ഇംഗ്ലീഷ് തേർഡ് ടേം ഇംഗ്ലീഷിലെ ക്ലെവർ ലിറ്റിൽ റാബിറ്റ് ചാപ്റ്റർ 1 ക്ലെവർ ലിറ്റിൽ റാബിറ്റിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് ശ്രദ്ധിച്ചോ, നോക്കിക്കോ. ഓ സ്ക്രീം ദ ലിറ്റിൽ റാബിറ്റ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വേറെ ഒന്നുമല്ല. എന്താണ് ലിറ്റിൽ റാബിറ്റ്, അതായത് കുഞ്ഞമുയൽ എന്ത് ചെയ്യണം, അമ്മയോട് ചോദിച്ചിട്ട് മഷ്റൂം പറിക്കാൻ പോവുകയാണ് അല്ലേ. മഷ്റൂം പറിക്കാൻ എങ്ങോട്ടാണ് പോയത്? മൗണ്ടൻ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുന്നിൻ താഴ്വരയിൽ പോയി അങ്ങനെ എന്ത് ചെയ്തു, മഷ്റൂം കളക്ട് ചെയ്തു അല്ലേ. മഷ്റൂം എല്ലാം പറിച്ച് ബാസ്ക്കറ്റിലാക്കിയപ്പോഴാണ് തൊട്ടടുത്ത് ആര് നിൽക്കുന്ന നമ്മുടെ മുയൽ കണ്ടത്, ഒരു വലിയൊരു ചെന്നായ നിൽക്കുന്നത് കണ്ടത്. അപ്പം എന്ത് ചെയ്തു, പെട്ടെന്ന് ഓടാനും സാധിച്ചു. കാരണം തൊട്ടടുത്ത് ഈ ചെന്നായ നിൽക്കുകയാണ്. അപ്പം ഈ മുയലിന് ഓടാൻ സാധിക്കുന്നില്ല. ആശം പേടിച്ചിട്ട് എന്ത് ചെയ്തു, പെട്ടെന്നൊരു ഐഡിയ മുയലിന് തോന്നുകയാണ്. എന്താണ് ഐഡിയ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോ എല്ലാവരും. ഓ സ്ക്രീം ദ ലിറ്റിൽ റാബിറ്റ്. My stomach is so painful. He kept pressing his stomach. കാണാലല്ലേ. The wolf came nearer to the little rabbit. What is happening to you? asked the wolf. I must have eaten some poisonous mushrooms, cried the little rabbit in pain. My stomach is paining. I will die in a short while, screamed the little rabbit. The wolf was puzzled. The little rabbit closed his eyes and pretended to be dead. The wolf sniffed at the rabbit. He loved rabbit meat, but thinking of the poisonous mushroom, he left the little rabbit behind. When the wolf moved away, the little rabbit got up quickly. He picked up his basket and ran away as fast as he could. The little rabbit told his mother about the meeting with the big wolf. He told her how he had saved himself. After listening to the little rabbit, the mother rabbit hugged him and said, "What a clever child you are." അപ്പോൾ നോക്കിക്കോ. ഓ സ്ക്രീം ദ ലിറ്റിൽ റാബിറ്റ്. എന്താണ് അയ്യോ, നമ്മൾ ഈ അയ്യോ എന്ന് വിളിക്കൂലേ, അതുപോലെ ഈ ചെന്നായം കണ്ടുകൊണ്ട് നമ്മുടെ മുയൽ എന്ത് ചെയ്യാണ്, അയ്യോ എന്ന് വിളിക്കുകയാണ്. മൈ സ്റ്റൊമക്ക് ഈസ് സോ പെയിൻഫുൾ. ഹി കെപ്റ്റ് പ്രസ്സിങ് ഹിസ് സ്റ്റൊമക്ക്. എന്താണ്, വയറുവേദന എടുക്കുമ്പോൾ നമ്മൾ ഈ വയറിൽ ഇങ്ങനെ പിടിക്കില്ലേ, അതുപോലെ ഈ മുയൽ എന്ത് ചെയ്യാണ്, മുയലിൻ്റെ വയറിൽ ഇങ്ങനെ പിടിച്ചിട്ട് വയറിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വച്ചും കൊണ്ട് അയ്യോ വയറുവേദനയെന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. എനിക്ക് വയറുവേദന എടുക്കുന്നേന്ന് വിളിക്കുകയാണ്. ദ വൂൾഫ് കെയിം നിയറർ ടു ദ ലിറ്റിൽ റാബിറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ചെന്നായ മുയലിൻ്റെ കുറച്ചുകൂടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു ആസ്ക് ദ വൂൾഫ്. എന്താണ് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിനക്ക്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു, നിനക്ക് എന്ത് പറ്റി, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുകയാണ്. ഐ മസ്റ്റ് ഹാവ് ഈറ്റൻ സം പോയ്സണസ് മഷ്റൂം. എന്താണ്, ഞാൻ അറിയാതെ എന്ത് ചെയ്തു, കുറച്ച് ഈ വിഷമായിട്ടുള്ള കൂണ് കഴിച്ചുപോയി. ക്രൈഡ് ദ ലിറ്റിൽ റാബിറ്റ് ഇൻ പെയിൻ. വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്താണ്, ഞാൻ അറിയാതെ കുറച്ച് വിഷമായിട്ടുള്ള മഷ്റൂം കഴിച്ചുപോയി. My stomach is paining. I will die in a short while, screamed the little rabbit. അയ്യോ എനിക്ക് വയറുവേദന എടുത്ത് ഞാൻ ഇപ്പോൾ ചാവുകയെന്ന് ആര് പറയാണ്, ഈ കുഞ്ഞമുയൽ പറയാണ്. The wolf puzzled. The little rabbit closed his eyes and pretended to be dead. എന്ത് ചെയ്തു, ഈ ചെന്നായ ഇങ്ങനെ അതായത് എന്താണെന്നുള്ള രീതിയിൽ സംശയത്തോടെ ചെന്നായ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുഞ്ഞമുയൽ എന്ത് ചെയ്തു, കണ്ണുകൾ അടച്ച്
മരിച്ചതുപോലെ അവിടെ വീണു. മരിച്ചു വീഴുന്നത് പോലെ കണ്ണടച്ചങ്ങനെ കിടന്നു. The wolf sniffed at the rabbit. He loved rabbit meat, but thinking of the poisonous mushroom, he left the little rabbit behind. എന്ത് ചെയ്തു? The wolf sniffed at the rabbit. എന്ത് ചെയ്തു? ഈ മരിച്ചല്ലോ, മരിച്ചതായിട്ട് ഈ മുയൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചെന്നായ എന്ത് ചെയ്തു? ഈ മുയലിനെ വന്ന് വൃത്തിയൊന്ന് മണപ്പിച്ച് നോക്കുകയാണ്, മരിച്ചതാണോ കള്ളമാണോ എന്നൊക്കെ. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ മുയൽ എന്ത് ചെയ്യും? ശ്വാസമൊക്കെ അടക്കി പിടിച്ച് അങ്ങനെ കിടക്കുക മരിച്ചതായിട്ട്. ഹി ലവ്ഡ് റാബിറ്റ് മീറ്റ്. അറിയാലോ, ചെന്നായ്ക്കൊക്കെ ഈ മുയലിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം? ബട്ട് തിങ്കിങ് ഓഫ് ദ പോയിസണസ് മഷ്റൂം. പക്ഷേ ഈ വിഷമായിട്ടുള്ള ഈ കൂണിനെ ആലോചിച്ചപ്പോൾ ആശ എന്ത് ചെയ്തു? ഹി ലെഫ്റ്റ് ദ ലിറ്റിൽ റാബിറ്റ് ബിഹൈൻഡ്. എന്ത് ചെയ്തു? ആ മുയലിനെ അവിടെ വിട്ടു. വെൻ ദ വൂൾഫ് മൂവ്ഡ് അവേ ദ ലിറ്റിൽ റാബിറ്റ് ഗോട്ട് അപ്പ് ക്വിക്ലി. അപ്പം കുറച്ച് സമയം ആയപ്പോഴത്തേക്കും വൂൾഫ് എന്ത് ചെയ്തു? അവിടെ നിന്ന് പോയപ്പോഴത്തേക്കും ലിറ്റിൽ റാബിറ്റ് എന്ത് ചെയ്തു? പെട്ടെന്ന് എഴുന്നേറ്റു. He picked up his basket and ran away as fast as he could. എന്താണ്, അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ ബാസ്ക്കറ്റ് എടുത്ത് എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം അങ്ങ് വച്ചു കൊടുത്തു. The little rabbit told his mother about the meeting with the big wolf. എന്ത് ചെയ്തു? വീട്ടിൽ ചെന്ന് നമ്മളെന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട് പുറത്തെവിടെയും പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരം വന്ന് നമ്മൾ എന്ത് ചെയ്യും? അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയില്ലേ, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ. അതുപോലെ അതല്ലാതെ നമ്മൾ പുറത്തെവിടെയും പോയിട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അമ്മയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ വേണം. നമ്മൾ എവിടെ പോയിട്ട് വന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടുകാരുമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ അവിടെ പോയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അവരിങ്ങനെ സംസാരിച്ചു, ആരെ കണ്ടു, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ പറയണം. അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിൽ പോയാലും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, മാമുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ വന്ന് അച്ഛനും അമ്മയോട് സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് അച്ഛൻ ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല. അച്ഛൻ ഓഫീസും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അച്ഛന് ശ്രദ്ധിക്കാനുള്ള സമയം കാണൂല. അപ്പോൾ എന്ത് ചെയ്യണം? അമ്മയോടെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. അപ്പം അതുപോലെ അതൊക്കെ ഒരു വഴി പോട്ടെ. അപ്പം എന്താണ്, അതുപോലെ ഈ ലിറ്റിൽ റാബിറ്റ് എന്ത് ചെയ്തു? വന്നിട്ട് ഈ ചെന്നായായിട്ട് നടന്ന കാര്യം എന്ത് ചെയ്തു? അമ്മയോട് പറയാണ്. ഹി ടോൾഡ് ഹർ ഹൗ ഹി ഹാഡ് സേവ്ഡ് ഹിംസെൽഫ്. എന്താണ്, അമ്മയോട് പറയാണ് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം വരെ, എന്ത് തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്ന് വരെ എന്താണ് ഈ മുയൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആഫ്റ്റർ ലിസണിങ് ടു ദ ലിറ്റിൽ റാബിറ്റ്, എന്താണ് മകനെ കുഞ്ഞ് മുയലിനെ ശ്രദ്ധിച്ചിട്ട് അമ്മ പറയാണ്. ദ മദർ റാബിറ്റ് ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്. കുഞ്ഞിനെ തിരിച്ച് കിട്ടിയല്ലേ അമ്മയ്ക്ക്. അപ്പം അമ്മ എന്ത് പെട്ടെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മ പറയാണ്, വാട്ട് എ ക്ലേവർ ചൈൽഡ് യു ആർ. എന്താണ്, നല്ല ബുദ്ധിയുള്ള കുഞ്ഞാണ് നീ എന്ന് ആര് പറയാണ്? അമ്മ പറയാണ് മോൻ്റെ. അപ്പം ശരി, നോക്കിക്കോ, വായിക്കണേ. Oh, screamed the little rabbit, my stomach is so painful. He kept pressing his stomach. The wolf came nearer to the little rabbit. What is happening to you? Asked the wolf. I must have eaten some poisonous mushroom, cried the little rabbit in pain. My stomach is paining. I will die in a short while, screamed the little rabbit. The wolf was puzzled. The little rabbit closed his eyes and pretended to be dead. The wolf sniffed at the rabbit. He loved rabbit meat, but thinking of the poisonous mushroom, he left the little rabbit behind. When the wolf moved away, the little rabbit got up quickly. He picked up his basket and ran away as fast as he could. The little rabbit told his mother about the meeting
with the big wolf, he told her how he had saved himself. After listening to the little rabbit, the mother rabbit hugged him and said, "What a clever child you are." അമ്മ ഇങ്ങനെ പറയാണ്. അതുപോലെ തന്നെയാണ് എനിക്കുള്ള മോനും മോളും രണ്ടുപേരും ശരി. മാമിൻ്റെ ഒന്ന് വഴക്ക് കിട്ടിയാലും എന്ത് കാര്യമുണ്ടെങ്കിലും അവർ വീട്ടിൽ വന്ന് പറയും. അത് സ്കൂളിലെ കേസ് മാത്രമല്ല, ബസ്സിലായാലും അവർ തമ്മിൽ അടിവെക്കുന്ന കാര്യമായാലും എൻ്റെ അടുത്ത് വന്ന് അതുപോലെ പറയാം. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സ്കൂളിൽ ഇപ്പം വഴക്ക് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ അടി കിട്ടിയാലും നിങ്ങൾ എന്ത് കുറ്റം ചെയ്താലും എന്ത് കാര്യമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് അമ്മയോട് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അപ്പം ശരി, ഈ ചാപ്റ്റർ ഇവിടെ ദ ലിറ്റിൽ ക്ലവർ റാബിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ എക്സസൈസ് നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും ചാപ്റ്റർ കണ്ട് നോക്കി പഠിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മെയിൻ ഒരു കാര്യമാണ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.